IPL 19 എഡിഷനിൽ ജയദേവ് ഉനദ്ഗട്ടിൻ്റെ ആദ്യ പന്തായിരുന്നു അത്. ഓഫ് സൈഡിന് പുറത്ത് വന്നൊരു ലെങ്ത് ബോൾ. കവറിന് മുകളിലൂടെ അതിൻ്റെ ബൗണ്ടറിയിലേക്ക് പായിക്കാനായിരുന്നു ഫിൽ സാൾട്ടിൻ്റെ പ്ലാൻ. എന്നാൽ അയാളുടെ കണക്ക് കൂട്ടലുകൾ ഒക്കെ പിഴച്ചു. ഹെൻറിച്ച് ക്ലാസിൻ്റെ കയ്യിൽ സാൾട്ട് ഭദ്രമായി വിശ്രമിച്ചു. ദേവദത്ത് പടിക്കൽ വൺ ഡൗണായി ചിന്നസ്വാമിയിലെ 22 വാര പിച്ചിലേക്ക് നടന്നെടുത്തു. സ്ക്വാഡിലും ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിലുമൊക്കെ വെങ്കടേഷ് അയ്യരുടെ പേര് കണ്ടപ്പോൾ അയാൾ തന്നെ ആയിരിക്കും ആൻഡി ഫ്ലവറിൻ്റെ പ്ലാനിൽ ഉണ്ടാവുക എന്നാണ് ആരാധകർ പലരും കരുതിയത്. എന്നാൽ ജേക്കബ് ഡഫി 4 ഓവർ എറിഞ്ഞ് പൂർത്തിയാക്കിയതോടെ ആ കാര്യത്തിൽ RCBയുടെ തീരുമാനം പറഞ്ഞു. പടിക്കൽ ഇൻ. SRH ഇന്നിങ്സ് 7 ഓവർ പിന്നിട്ടതും തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഡഫി മൈതാനം വിട്ടു. RCB ഇന്നിങ്സിൽ ഉനദ്ഗട്ടിൻ്റെ 2ാം ബോൾ. IPL 19 സീസണിൽ ദേവദത്ത് പടിക്കൽ നേരിടുന്ന ആദ്യ പന്ത്. ജസ്റ്റ് എ ഫ്ലിക്ക്. ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലൂടെ അത് ഗാലറിയിലേക്ക് പറന്നിറങ്ങി. അക്ഷരാർത്ഥത്തിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അടിമുടി മാറിയ പടിക്കലിൻ്റെ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്. വിരാട് കോഹ്ലിയെക്കുറിച്ചോ ജേക്കബ് ഡഫിയെക്കുറിച്ചോ ഒന്നുമായിരുന്നില്ല കളിക്ക് ശേഷം SRH പരിശീലകൻ ഡാനിയൽ വെറ്റോറിക്ക് പറയാനുണ്ടായിരുന്നത്. പടിക്കലിനെ കുറിച്ചായിരുന്നു. അയാളെക്കുറിച്ച് മാത്രമായിരുന്നു. ടോപ്പ് ഓർഡർ പൊളിഞ്ഞിട്ടും 200 മുകളിൽ സ്കോർ ബോർഡിൽ ചേർക്കുന്നു. 2ാം ഓവറിൽ തന്നെ ഫിൽ സാൾട്ടിനെ വീഴ്ത്തുന്നു. SRHന് മുന്നിൽ പ്രതീക്ഷകളുടെ ആകാശം പതിയെ മിഴുതുറന്നു വന്നു. എന്നാൽ ആകാശത്തോളം ആശ വെക്കാൻ വെറ്റോറിക്ക് അധികം സമയം കൊടുത്തില്ല പടിക്കൽ. ചിന്നസ്വാമിയിൽ അയാൾ ഇടിച്ചുകുത്തി പെയ്യുന്നതാണ് പിന്നെ കണ്ടത്. പവർ പ്ലേയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു വിരാട് കോഹ്ലി. പടിക്കൽ തുടക്കത്തിൽ തന്നെ ടോപ്പ് ഗിയറിലാവുന്നത് കണ്ടപ്പോൾ അയാൾ തൻ്റെ പ്ലാൻ മാറ്റി. ഇത് കളിക്ക് ശേഷം തുറന്നു പറയുന്നുണ്ട് കോഹ്ലി. അഗ്രസീവ് മോഡിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. എന്നാൽ പടിക്കൽ തകർത്തടിച്ചു തുടങ്ങിയതോടെ അവനെ സ്ട്രൈക്കിൽ തന്നെ കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചു. ജസ്റ്റ് കീപ് ഗോയിങ് എന്ന് ഞാൻ അവനോട് ബാറ്റിങ്ങിനിടെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പടിക്കൽ SRHൻ്റെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിക്കുന്നതാണ് കണ്ടത്. കോഹ്ലി പറഞ്ഞു നിർത്തി. പവർ പ്ലേയിൽ ഉനദ്ഗട്ടിനെയും നിതീഷ് കുമാർ റെഡ്ഡിയെയും ഡേവിഡ് പെയിനെയും കണക്കിന് പ്രഹരിച്ചു പടിക്കൽ. മറുവശത്ത് കോഹ്ലിയും പതിയെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു തുടങ്ങി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ RCB സ്കോർ ബോർഡിൽ 76 റൺസ് ചേർത്ത് കഴിഞ്ഞിരുന്നു. 9ാം ഓവറിലേക്ക് കടക്കുമ്പോഴേക്കും അത് 100 ആയി. 8ാം ഓവറിൽ ഹർഷൽ പട്ടേലിനെ അതിർത്തി കടത്തി പടിക്കൽ അർദ്ധ സെഞ്ചുറികൾ തൊട്ടു. അതും വെറും 21 പന്തിൽ. ഹർഷ് ദുബൈയുടെ തൊട്ടടുത്ത ഓവറിൽ ഒരു 6ഉം 4ഉം പായിച്ച പടിക്കൽ ആ ഓവറിലെ 4ാം പന്തിൽ വീണു. 234 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ പടിക്കൽ RCB സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 26 പന്തിൽ 61 റൺസാണ്. 4 പടുകൂറ്റൻ സിക്സറുകൾ, 7 ഫോറുകൾ. നിതീഷ് കുമാർ റെഡ്ഡിയുടെ മീഡിയം പേസ്, ഡേവിഡ് പെയിൻ്റെ സ്ലോവർ ബോളുകൾ, ഇഷാൻ മലിംഗയുടെ വേഗപ്പന്തുകൾ, ഹർഷൽ പട്ടേലിൻ്റെ വേരിയേഷൻസ്, ഹർഷ് ദുബൈയുടെ സ്പിൻ. പടിക്കലിന് മുന്നിൽ ഇഷാൻ കിഷൻ പലതും അവതരിപ്പിച്ചു. എന്നാൽ അയാൾ സകലതിനെയും അടിച്ച് അതിർത്തിയിലിടാൻ ബാറ്റോങ്ങി എതിർവശത്ത് നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. എഫേർട്ട്ലെസ് ഹീറ്റിംഗ്, പെർഫെക്റ്റ് ടൈമിംഗ്. പടിക്കലിൻ്റെ പുതിയൊരു വെർഷനാണ് ഇന്നലെ ചിന്നസ്വാമി കണ്ടത്. തൻ്റെ T20 കരിയറിൽ ഇതിനു മുമ്പ് നേരിട്ട ആദ്യ 3 പന്തുകളിൽ ഒന്നിനെപ്പോലും പടിക്കൽ സിക്സർ പായിച്ചിട്ടില്ല. ഇക്കുറി ഇതാ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ താൻ നേരിട്ട ആദ്യ പന്തിനെ ഗാലറിയിലെത്തിച്ച് ആ 25കാരൻ വരവറിയിക്കുന്നു. അടുത്ത 10 പന്തിനുള്ളിൽ 2 6ഉം 3 4ഉം അയാൾ തൻ്റെ അക്കൗണ്ടിൽ ചേർക്കുന്നുണ്ട്. 2ാം വിക്കറ്റിൽ കോഹ്ലിക്കൊപ്പം 101 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് പടിക്കൽ പടുത്തുയർത്തിയത്. അതും വെറും 45 പന്തിൽ. അയാൾ മടങ്ങുമ്പോൾ ചേസിങ്ങിൽ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു RCB. കളി 10 ഓവറിലേക്ക് എത്തും മുമ്പേ. ഡാനിയൽ വെറ്റോറിയുടെ വാക്കുകളിൽ ഉണ്ട് ബാക്കിയെല്ലാം. പടിക്കൽ വന്ന് ആദ്യ പന്തിൽ തന്നെ സിക്സർ പായിക്കുന്നു. എല്ലാ ബോളർമാരെയും ഒരുപോലെയാണ് അയാൾ പ്രഹരിച്ചത്. വിരാട് കോഹ്ലിക്ക് അയാൾ സമ്മർദ്ദം കുറച്ച് നൽകി. കോഹ്ലിക്ക് നിലയുറപ്പിക്കാനുള്ള സാവകാശം ലഭിച്ചു. തുടക്കം മുതൽ തന്നെ പടിക്കൽ പുലർത്തിയ ആ അഗ്രഷനാണ് കളിയെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മനോഹരമായൊരു വർഷം പൂർത്തിയാക്കിയ ശേഷമാണ് പടിക്കൽ IPLനെത്തുന്നത്. രഞ്ജിയിലും മുസ്താഖ് അലി ട്രോഫിയിലും വിജയ് ഹസാരയിലുമൊക്കെ പോയ സീസണിൽ അയാൾ മിന്നും ഫോമിലായിരുന്നു. രഞ്ജിയിൽ 60.3 ബാറ്റിംഗ് ആവറേജിൽ 543 റൺസായിരുന്നു സമ്പാദ്യം. സെമിയിൽ ഉത്തരാഖണ്ഡിനെതിരെ ഡബിൾ സെഞ്ചുറി കുറിക്കുന്നുണ്ട്. വിജയ് ഹസാരയിൽ 90 ബാറ്റിംഗ് ആവറേജിൽ 725 റൺസ് അക്കൗണ്ടിലാക്കി. 4 സെഞ്ചുറികൾ ടൂർണമെൻറ്റിൽ കുറിക്കുന്നുണ്ട്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ 167 സ്ട്രൈക്ക് റേറ്റിൽ 309 റൺസ് അടിച്ചെടുത്തു. വെറും 25 വയസ്സ് പ്രായമുള്ള പടിക്കൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ഇന്ത്യൻ ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ച് തുടങ്ങുകയാണ്. കഴിഞ്ഞ സീസണിൽ തന്നെ RCBയിൽ താരം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. RCB IPL ചരിത്രത്തിൽ ആദ്യമായി കിരീടം ചൂടിയ സീസണിൽ നമ്പർ 3 റോളിൽ ടീമിൻ്റെ വിശ്വസ്തനായിരുന്നു പടിക്കൽ. ടൈറ്റിൽ വിന്നിംഗ് ക്യാമ്പയിനിൽ 10 ഇന്നിങ്സിൽ നിന്ന് 150 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് 247 റൺസാണ്.
ഹാംസ്ട്രിങ് ഇഞ്ചുറിയെ തുടർന്ന് പിന്നീട് പ്ലേ ഓഫ് നഷ്ടമാകുന്നുണ്ട്. ഇക്കുറി മിനി ഓപ്ഷനിൽ വെങ്കടേഷ് അയ്യരെ തട്ടകത്തിലെത്തിച്ച RCB ടോപ്പ് ഓർഡറിനെ ശക്തിപ്പെടുത്തി. ഇതോടെ വൺ ഡൗൺ റോളിൽ ഇനി ആര് എന്ന ചർച്ചകൾ ആരാധകർക്കിടയിൽ കൊടുമ്പിരി കൊണ്ടു. ഒടുവിലിത പടിക്കൽ താൻ ആ റോളിൽ എത്രമേൽ ഫിറ്റാണെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു. വെങ്കടേഷ് അയ്യരെ എവിടെ പ്ലേസ് ചെയ്യും എന്നതാകും RCB ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പലരും പ്രതിഭകളില്ലാത്തതിൻ്റെ പേരിൽ പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ RCBയിലെ പ്രതിസന്ധി പ്രതിഭാധാരാളിത്തമാണ്.